അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു യാത്രാ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് അടുത്തിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായി ഫേമസ് ആയിട്ടുള്ള തമിഴ്നാട്ടിലെ ചെട്ടിനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ചെട്ടിനാട് എന്ന് പറയുമ്പം അതെ, മധുരയ്ക്കടുത്ത് ആക്ച്വലി ചെട്ടിനാട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ചെട്ടിനാട് എന്ന് പറയുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിലെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഏരിയ ആണ് ആക്ച്വലി ഈ ഒരു ചെട്ടിനാട്. ഇപ്പോൾ ചെട്ടിനാട് എന്ന് പറയുമ്പോൾ ഈ ഒരു ശിവഗംഗ ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 53ഓളം വില്ലേജുകളും തൊട്ടടുത്തുള്ള പുതുക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു 20ഓളം വില്ലേജുകളും കൂടി ചേർന്നിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ചെട്ടിനാട് അല്ലെങ്കിൽ ചെട്ടിനാട് വില്ലേജസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ചെട്ടിനാടിലേക്ക് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ആക്സസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ചെട്ടിനാട് എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് ഗ്രൂപ്പിൻ്റെ അവിടെയുള്ള ഏറ്റവും വലിയ ടൗൺ എന്നറിയപ്പെടുന്നത് കാരൈക്കുടിയാണ്. ഈ കാരൈക്കുടിയാണ് ശിവഗംഗ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ടൗണും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ചെട്ടിനാട് ഏരിയയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ഇറങ്ങേണ്ട റെയിൽവേ സ്റ്റേഷൻ അറിയപ്പെടുന്നത് കാരൈക്കുടിയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ നിന്നും കാരൈക്കുടിയിലേക്ക് അധികം ട്രെയിനുകളും കാര്യങ്ങളൊന്നുമില്ല. എറണാകുളത്ത് നിന്നും എനിക്ക് തോന്നുന്നു ചൊവ്വയും ബുധനുമോ മറ്റോ ആണ് പുറപ്പെടുന്ന ഒരു എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാരൈക്കുടി എന്ന് പറയുന്ന സ്ഥലത്തിറങ്ങാം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഈ കറണ്ടിൽ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരയിൽ നിന്നും ട്രെയിൻ കയറിയിട്ട് നേരെ ചെങ്കോട്ടയിലേക്ക് പോവുകയാണ്. ചെങ്കോട്ടയിൽ നിന്നും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെന്നൈ എഗ്മോറിലേക്കും താമ്പരത്തിലേക്കും ഒക്കെ സിലംബ് എക്സ്പ്രസ്, താമ്പരം എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളുണ്ട്. അപ്പോൾ ഇത് ചെങ്കോട്ടയിൽ നിന്നും ആരംഭിക്കുന്ന ആ 2 ട്രെയിനുകൾ ബേസിക്കലി ചെന്നൈയിലേക്കാണ് പോകുന്നത്. ആ ട്രെയിനുകൾ ഈ ഒരു കാരൈക്കുടി എന്ന് പറയുന്ന സ്ഥലത്തു കൂടിയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ സ്ഥലം കൊല്ലമായതുകൊണ്ട് എനിക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് കൊട്ടാരക്കരയോ പുനലൂരോ നിന്നിട്ടും അവിടെ നിന്ന് നേരെ ഈ പറയുന്ന ചെങ്കോട്ടയിൽ ഇറങ്ങിയിട്ട് ചെങ്കോട്ടയിൽ നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ഈ പറയുന്ന സിലംബ് എക്സ്പ്രസ്സിലോ താമ്പരം എക്സ്പ്രസ്സിലോ കയറിയിട്ട് കാരൈക്കുടിയിലേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് ആക്ച്വലി ഈ ഒരു വേളാങ്കണ്ണി എക്സ്പ്രസ്സിൽ പോകാൻ പറ്റുന്നത് കാരണം ഈ ഒരു എറണാകുളം താമ്പരം അഥവാ എറണാകുളത്ത് നിന്നും വേളാങ്കണ്ണി വരെ പോകുന്ന ആ ഒരു ട്രെയിൻ കൊല്ലം കൊട്ടാരക്കര ഈ പറയുന്ന സെയിം ചെങ്കോട്ട വഴിയൊക്കെയാണ് പോകുന്നത്. പക്ഷേ അത് ആഴ്ചയിൽ 2 ദിവസമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്കാണ് ആ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 മണിയാകുമ്പോഴത്തേക്ക് കൊല്ലത്ത് നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ഒരു ചെന്നൈ ട്രെയിൻ ആക്ച്വലി കൊട്ടാരക്കര വഴി പോകും. അതിൽ കയറിയിട്ട് ഞാൻ നേരെ ചെങ്കോട്ടയിൽ ഇറങ്ങും. ചെങ്കോട്ടയിൽ നിന്ന് വൈകുന്നേരം 4:30 മണിക്കാണ് എനിക്ക് കാരൈക്കുടിയിലേക്കുള്ള ട്രെയിൻ. അത് രാത്രി ഏകദേശം ഒരു 9:30 മണിയാകുമ്പോഴത്തേക്ക് കാരൈക്കുടിയിലെത്തും. എന്നിട്ട് അടുത്ത ഒരു 3 ദിവസം നമ്മൾ കാരൈക്കുടിയും അതുപോലെ അത് ഈ ചെട്ടിനാട്. അപ്പോൾ ചെട്ടിനാടെന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി നമുക്ക് വരുന്നത് ഈ ഒരു കാരൈക്കുടി, കാനാട് കാപ്റ്റൻ, ആത്തംകുടി, അരിയക്കുടി ഈ ഒരു 4 സ്ഥലങ്ങളാണ് മേജറായിട്ട് നമുക്ക് ചെട്ടിനാട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ചെട്ടിനാടിൽ എന്താണ് ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചെട്ടിനാട് ഫുഡ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ചെട്ടിനാട് സാരി ഭയങ്കര ഫേമസ് ആണ്. ആത്തംകുടി ടൈൽസ്, പിന്നീട് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്താ പറയുക, ചെട്ടിയാന്മാർ താമസിച്ചിരുന്ന അവരുടെ മാൻഷൻസും കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. കറണ്ട്ലി ഞാനിപ്പോൾ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ 12:30 ആകുമ്പോഴത്തേക്ക് വരും. അതിൽ കയറിയിട്ട് നേരെ ചെങ്കോട്ടയിലേക്ക്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലേക്ക്. കൊല്ലത്ത് നിന്നും ചെന്നൈ എഗ്മോർ വരെ പോകുന്ന ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ ചെങ്കോട്ടയിലേക്ക് പോകുന്നത് കേട്ടോ. അങ്ങനെ 12:30 മണിക്ക് കൊട്ടാരക്കരയിൽ നിന്നും കയറി ഞാൻ 3 മണിയായപ്പോഴേക്കും ചെങ്കോട്ടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഇനി ഇവിടുന്ന് 4:20 വേറൊരു ചെന്നൈ ട്രെയിനിന് കയറിയിട്ടാണ് കാരൈക്കുടിയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇപ്പം ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ വന്ന ട്രെയിനും ചെന്നൈക്ക് പോകുന്നതാണ്. ഇനി നമ്മൾ 4:20 പോകുന്നതും ചെന്നൈക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ വന്ന ട്രെയിൻ ആക്ച്വലി മധുരൈ ഒരു ട്രിച്ചി വഴി അങ്ങനെ പോകുന്നൊരു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. നമ്മുടെ ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന ഈ ഒരു ട്രെയിനിനകത്താണ് നമ്മൾ ഇനിയിപ്പം കാരൈക്കുടി ജംഗ്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിൻ ഇവിടെ കാണാനായിട്ട് പറ്റും.
ചെങ്കോട്ടയിൽ നിന്നും താമ്പരം വരെ പോകുന്ന സിലമ്പ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ആക്ച്വലി. 2061 2062. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം മറ്റോ ആണ് ചെങ്കോട്ടയിൽ നിന്നും ചെന്നൈ വരെ താമ്പരം വരെ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെങ്കോട്ടയിൽ നിന്ന് 4:50 5 മണിക്ക് എടുത്തിട്ട് ഒരു 9:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കാരയ്ക്കുടിയിലെത്തും. അപ്പോൾ ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പം വെയിറ്റ് ചെയ്യാണ്ട് ഓൾമോസ്റ്റ് ഒരു 1 hour ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ്, പക്ഷേ കുറേ ട്രെയിനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റോപ്പേജ് കണക്കുള്ള സംഭവമുണ്ട് ഏരിയയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിതേ ട്രെയിനിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. ചെങ്കോട്ടയിൽ നിന്നും കാരയ്ക്കുടിയിലേക്കുള്ള ഇത് ചെങ്കോട്ടയിൽ നിന്നും ചെന്നൈ താമ്പരം വരെ പോകുന്ന സിലമ്പ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ്, 2-3 ദിവസമുണ്ട്. ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടാണ് നമ്മൾ കാരയ്ക്കുടിയിലേക്ക് പോകുന്നത്. ഏകദേശം 4-4.5 മണിക്കൂറുണ്ട്. 5 മണിക്ക് ചെങ്കോട്ടയിൽ നിന്ന് എടുത്തിട്ട് ഒരു 9:30 മണിയാകുമ്പോഴത്തേക്ക് കാരയ്ക്കുടിയിലെത്തും. അങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ കയറിയിരിക്കുകയാണ്. നമ്മൾ സ്ലീപ്പറിലാണ് ആക്ച്വലി ഇതെടുത്തിരിക്കുന്നത്. 215 രൂപയോ സംതിങ് കൊണ്ടാണ് നമുക്ക് ചെങ്കോട്ടയിൽ നിന്നും കാരയ്ക്കുടി വരെ പോകാനായിട്ട്. ആരും വന്നിട്ടില്ല. S5 ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വെയിറ്റ് ചെയ്യട്ടെ. ട്രെയിൻ കറക്റ്റ് സമയത്തിന് എടുക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കറക്റ്റ് 4:50 തന്നെ നമ്മുടെ ട്രെയിൻ ഇതേ ചെങ്കോട്ടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സിലമ്പ് എക്സ്പ്രസ് ചെങ്കോട്ടയിൽ നിന്നും ചെന്നൈ താമ്പരം വരെ പോകുന്ന ട്രെയിനാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്തിന് എന്താ നമ്മുടെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം ഒരു 4-4.5 മണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും, കാരയ്ക്കുടി. അങ്ങനെ സമയം ഏകദേശം ഒരു 10 മണിയാകുന്നു. നമ്മൾ കാരയ്ക്കുടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. പുറത്ത് ലൈറ്റും വെട്ടമൊന്നും കാണുന്നില്ല. 10 മണിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുക, ഓട്ടോയും കണ്ടും പിടിച്ച് ഫുഡൊക്കെ മേടിച്ചിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകുക എന്നുള്ളതാണ് പരിപാടി. എന്തായാലും ട്രെയിൻ ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കാരയ്ക്കുടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ട്രെയിനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് അപ്പുറത്തോട്ട് പോകണം. എവിടെയാണ് നമ്മുടെ എക്സിറ്റ് വരുന്നത്? കാരയ്ക്കുടി റെയിൽവേ സ്റ്റേഷൻ. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. എന്തായാലും പതുക്കെ ഇറങ്ങട്ടെ ഞാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഹോട്ടൽ ഉദയം. എന്തായാലും അകത്തോട്ട് കയറട്ടെ കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ് ഫ്രം കാരയ്ക്കുടി. അപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഹോട്ടലിൽ വന്നിട്ട് നേരെ കയറി ഫ്രഷ് ആയിട്ട് ഫുഡും കഴിച്ചിട്ട് കിടന്നു തുടങ്ങി. കാരണം എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 10:30-10:45 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പം രാവിലെ ഞാൻ എഴുന്നേറ്റിട്ട് ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് കാരയ്ക്കുടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ ചെട്ടിനാട് ഏരിയ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാർ ബേസിക്കലി തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കാരയ്ക്കുടിയാണ്. അപ്പോൾ കാരയ്ക്കുടിയിൽ അത്യാവശ്യം കുറച്ച് നോർമൽ ഹോട്ടൽസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ചെട്ടിനാട് നമുക്ക് എന്താണ് ബേസിക്കലി കാണാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 3-4 ഏരിയയിലായിട്ട് കിടക്കുന്ന സംഭവമാണ്. അത് ഈ ഒരു കാരയ്ക്കുടിയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ മാറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് ഈ ഒരു കാരയ്ക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒത്തൻറ്റിക് ചെട്ടിനാട് ഫുഡുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കുറേയധികം സ്ഥലങ്ങളുണ്ട്. ഒരു 1000 വിൻഡോ മാൻഷൻ ഉണ്ട് ആക്ച്വലി. പിന്നീട് നമുക്ക് കാരയ്ക്കുടി ആൻറ്റിക് മാർക്കറ്റ്, പഴയകാല ചെട്ടിനാട് വീടുകളിലെ പഴയ പുരാതന കുറേയധികം സംഭവങ്ങളൊക്കെ വിൽക്കുന്ന കുറേയധികം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നീട് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്ററൊക്കെ അടുത്ത് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനാട് കാത്തൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലമുണ്ട്. ആ കാനാട് കാത്തൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആക്ച്വലി പണ്ട് കാലത്ത് ഈ നാട്ടുകോട്ടെ ചെട്ടിയാന്മാർ ഏറ്റവും കൂടുതലായിട്ട് താമസിച്ചിരുന്നത്. അപ്പോൾ അവർ അന്ന് ബിൽഡ് ചെയ്ത് ഏകദേശം 11,000-ഓളം മാൻഷ്യൻസ് എന്ന് വെച്ചാൽ അവരുടെ വീടുകൾ നമുക്ക് അവിടെ ഉണ്ട്. അതിൽ കുറേയൊക്കെ ഇപ്പം കെയർ ടേക്കറും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായിപ്പോയി. കുറേ ഹോട്ടൽ ഗ്രൂപ്പുകൾ ഏറ്റെടുത്ത് ഹോട്ടലുകളായിട്ട് നടത്തുന്നുണ്ട്. ചിലതൊക്കെ കെയർ ടേക്കറെ വെച്ച് റിനോവേഷനും കാര്യങ്ങളൊക്കെ നടത്തി അത്യാവശ്യം വരുന്ന ആൾക്കാർക്ക് പൈസയൊക്കെ മേടിച്ചിട്ട് കാണത്തക്ക രീതിയിലുള്ള സെറ്റാക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് കാണുകയാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം. പിന്നീട് ഈ കാനാട് കാത്തിൽ നിന്ന് 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആത്തൻകുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആത്തൻകുടി പാലസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയൊരു മാൻഷൻ ഉണ്ട്. പിന്നീട് ആത്തൻകുടി ടൈൽസ്, അതിൻ്റെ മേക്കിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നീട് ചെട്ടിനാട് ഹാൻഡ്ലൂമായിട്ട് ഈ ഒരു
സാരിയൊക്കെ നെയ്തെടുക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് അരിയക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ അരിയക്കുടിയിലും അത്യാവശ്യം കുറേയധികം മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നാട്ടുകോട്ടൈ ചെട്ടിയാർ എന്നറിയപ്പെടുന്ന ആ ഒരു സമൂഹം ഈ ഒരു ഏരിയയിലാണ് ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്നത്. അപ്പോൾ അവർ അത്യാവശ്യം ഒരു ലാൻഡ് ലോഡ്സ് ആയിരുന്നു. ബാങ്കിങ്ങിലും ബിസിനസ്സിലും ഒക്കെ ആയിട്ട് പൈസ ഇറക്കി ഒരുപാട് ക്യാഷുകാരായ ആൾക്കാർ അവരുടെ ആഠ്യത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബംഗ്ലാവും കാര്യങ്ങളും മാൻഷൻസും ഒക്കെ അവർ ഈ ഒരു ഏരിയയിൽ നിർമ്മിച്ചത്. പിന്നീട് പക്ഷേ അതിൽ കുറേ ആൾക്കാരെന്നല്ല, ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും മൈഗ്രേറ്റ് ചെയ്തു പോയി. അമേരിക്ക, ഇപ്പം എന്താ പറയുക, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ സൈഡിലേക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കറൻ്റലി വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏരിയകൾ, ഈ ഒരു മാൻഷൻസുള്ള ഏരിയ എല്ലാം കൈൻഡ് ഓഫ് ഹോണ്ടഡ് പ്ലേസ് ആയിട്ടിരിക്കുന്നത്. കാരണം കെയർ ടേക്കേഴ്സും കാര്യങ്ങളൊന്നും നോക്കാനും ആരും ഒന്നില്ല, അതൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ള കുറേയേറെ സംഭവങ്ങൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് ഇന്നത്തെ ലക്ഷ്യം. ഞാനിപ്പം ജസ്റ്റ് ഇതേ ഹോട്ടലിൽ നിന്ന് റെഡിയായി, സമയം 9 മണിയാവുന്നു. ജസ്റ്റ് പുറത്ത് പോകണം, ഫ്രഷപ്പ് ആവണം. ലോക്കൽ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ബസ്സൊക്കെ കയറി വേണം കാനാടുകാത്തെല്ലാം മാത്തൻകുടിയിലൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ബസ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയത്തില്ല, ഇറങ്ങി തപ്പിയാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന ചെട്ടിനാട് കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി കഴിഞ്ഞാലുള്ള കാരൈക്കുടിയുടെ കാഴ്ചകൾ ഇതാണ്. അതേ പൂർവിക മൊബൈൽസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതേ കണ്ടില്ല. അപ്പോൾ ഈ ഒരു സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പഴയ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ നിന്ന് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഈ റോഡിലോട്ട് കുറച്ച് ദൂരം നടന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളിപ്പം 100 ഫീറ്റ് റോഡിലൂടെയാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പിലായിട്ട് ഒരു അടയാറിൻ്റെ പ്രതിമയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് ബസ് സ്റ്റോപ്പിലേക്കൊക്കെ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൽ അത്യാവശ്യം ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 100 ഫീറ്റ് റോഡെന്നാണ് അറിയപ്പെടുന്നത്. അത്യാവശ്യം ഫേമസ് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോപ്പുകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ രാവിലെ. അയ്യോ, ഇപ്പോൾ എന്തായാലും നടക്കട്ടെ. അപ്പോൾ അത് ആക്ച്വലി അടയാറുടെ പ്രതിമയല്ല, പസുമ്പൻ തേവർ എന്ന് പറയുന്ന ഒരാളുടെ സ്റ്റാച്യു ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു 4 കൂടിയ റോഡാണ്. സ്ട്രെയിറ്റ് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിതേ കാരൈക്കുടി സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ബാക്കിലായിട്ടാണ് നമുക്ക് ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നത്. വലിയൊരു ബസ് സ്റ്റാൻഡാണ്. ഇൻ്റർസ്റ്റേറ്റ് ബസ് സ്റ്റാൻഡാണ്. ഇൻ്റർസ്റ്റേറ്റ് അല്ല, ഇൻ്റർ ഡിസ്ട്രിക്റ്റ്. അപ്പോൾ തമിഴ്നാട്ടിലെ മറ്റ് പല ഡിസ്ട്രിക്റ്റുകളിലോട്ടുമുള്ള എന്താ പറയുക ബസ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. മധുരയ്ക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ. ഈ ഒരു സൈഡിലോട്ട് പോയിട്ട് ഫുഡ് കഴിക്കുന്നൊരു ഹോട്ടലുണ്ട്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, അത് കഴിച്ചിട്ട് ബാക്കി പരിപാടി. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിവിടുത്തെ അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആണ്. ജൈനിക്ക റെസ്റ്റോറൻ്റ് എന്നാണ് കേട്ടോ എൻ്റെ പേര്. കൊള്ളാം സംഭവം. ബസ് സ്റ്റാൻഡിനടുത്താണ്. അപ്പോൾ എന്തായാലും ഇനി ബസ് സ്റ്റാൻഡിനടുത്തോട്ട് പോയിട്ട് ബസ്സൊക്കെ കിട്ടുമെന്ന് നോക്കട്ടെ. ക്രോസ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളിപ്പം കാരൈക്കുടി ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ് നിൽക്കുന്നത്. പലരും പല നമ്പരൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ കിടക്കുന്നുണ്ട്. ഏത് ബസ്സിലൊക്കെ കയറേണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. നോക്കട്ടെ. പബ്ലിക് ട്രാൻസ്പോർട്ട് പിടിച്ച് കാനാടുകാത്തൻ സൈഡിലോട്ട് പോകുന്ന ഇച്ചിരി ഡാർക്കാണ്. ഇവിടെ എപ്പോഴൊക്കെ ഏതോ 1-2 വണ്ടികളൊക്കെയാണ് വരുന്നത്. അത് തന്നെ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു കുംഭകോണം വണ്ടി ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇത് പുതുക്കോട്ടയിൽ പോകുന്ന റൂട്ടാണ്. കാരൈക്കുടി പുതുക്കോട്ട വഴി കുംഭകോണം പോകുന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാനാടുകാത്തൻ്റെ സൈഡിൽ ഇറങ്ങാൻ പറ്റും എന്നാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും കയറി നോക്കാം. അപ്പോൾ നമ്മൾ ബസ്സിനകത്ത് ഒരു ടിക്കറ്റൊക്കെ എടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. കാരൈക്കുടി ടു കാനാടുകാത്തൻ 15 രൂപ ടിക്കറ്റ്. പുതിയ ബസ്സാണ് കേട്ടോ. അതേകൊണ്ടല്ലേ പുതിയ അടിപൊളി ബസ്. ആ ഒരു ബസ്സിനകത്ത് നമ്മളിതേ ഇങ്ങനെ കാനാടുകാത്തനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാനാടുകാത്തനിലാണ് നമുക്ക് ചെട്ടിനാട് പാലസും ആ ചെട്ടിനാട് ഏരിയയിലുള്ള കുറേ മാൻഷൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. അയ്യോ, അപ്പോൾ എന്തായാലും നേരെ കാനാടുകാത്തൻ. അങ്ങനെ നമ്മൾ കാരൈക്കുടിയിൽ നിന്നും പുതുക്കോട്ടയിൽ പോകുന്ന ഒരു ബസ്സിൽ കയറിയിട്ട് നമ്മളിപ്പം കാനാടുകാത്തൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കാനാടുകാത്തൻ എന്ന് പറയുന്നൊരു സ്ഥലം ഇതാണ് കേട്ടോ. ചെറിയൊരു ടൗണെന്നൊന്നും പറയാനില്ല. കുറച്ച് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവഴി വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടി എന്നൊക്കെ പറയുന്നത് ഏത് വണ്ടിയാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഇതെല്ലാം കൂടുതലും പുതുക്കോട്ടയിൽ പോകുന്ന വണ്ടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം കാനാടുകാത്തൻ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ചെട്ടിനാട് പാലസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്.
അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ടൗണാണ് കാനാട് കാത്തൻ. അപ്പോൾ നമുക്ക് നേരെ ചെട്ടിനാട് പാലസിൻ്റെ അങ്ങോട്ട് പോകാം. അപ്പോൾ കാനാട് കാത്തൻ ഇറങ്ങി കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ ചെറിയൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഹെറിറ്റേജ് ഹൗസസ് ഇങ്ങോട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇൻക്രെഡിബിൾ ഇന്ത്യ കണ്ടില്ലേ, ഹെറിറ്റേജ് ഹൗസസ്. അപ്പോൾ ഈ റോഡിലോട്ടാണ് പുതുക്കോട്ടയിലോട്ട് പോകുന്ന ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ഹെറിറ്റേജ് ഹൗസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ റോഡിലൂടെ ഞാനങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളങ്ങനെ കാനാട് കാത്തെന്ന് അറിയപ്പെടുന്ന ചെട്ടിനാടിൻ്റെ ഒത്തൻറ്റിക് ഹെറിറ്റേജ് ഹൗസുകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് കാരൈക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 11-15 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ഒരു ദൂരത്തിലാണ് ഈ ഒരു കാനാട് കാത്തൻ എന്ന് പറയുന്ന സ്ഥലം. കാനാട് കാത്തൻ എന്ന് പറയുന്നത് ചെട്ടിനാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ കാനാട് കാത്തനിലാണ് ആക്ച്വലി പണ്ട് കാലത്തെ ചെട്ടിയാന്മാർ താമസിച്ചിരുന്ന അവരുടെ മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 10,000-ലധികം മാൻഷൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ചിലതൊക്കെ നല്ലപോലെ റിനോവേറ്റ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്, ചിലതൊക്കെ പോയി. അപ്പോൾ എന്നാൽ നമ്മൾ ആ ഒരു ഏരിയയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വഴി. പക്ഷേ ഏത് ബസ്സാണ്, അതെ 1-ാം നമ്പർ ബസ്സൊക്കെ അതേ ഇതുവഴി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തന്മാർക്ക് ഒന്നും അറിയത്തില്ല ആക്ച്വലി കണ്ടില്ല. അപ്പോൾ ഇതുവഴിയൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം. ഇവിടുത്തെ ചെറിയൊരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ജലസേചനത്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുളങ്ങളൊക്കെയാണത്. അപ്പോൾ എന്നാൽ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം എന്താ സംഭവം എന്നൊക്കെ നോക്കട്ടെ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു കുളവും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു കുളം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ ഒരു ഏരിയയിലുള്ള ആൾക്കാർക്കൊക്കെ ജലസേചനത്തിന് വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു കുളമാണ് കണ്ടില്ലേ. അപ്പോൾ അതിന് ചുറ്റുമായിട്ട് നമുക്ക് കുറേയേറെ സംഭവങ്ങൾ കാണാനായിട്ട് വരുന്നത് ഈ ഒരു സൈഡിലുണ്ട്. ഇതൊക്കെ ആ ഒരു ചെട്ടിനാട് ബിൽഡിങ്ങുകളുടെ ആ ഒരു സൈഡും വാളും കാര്യങ്ങളൊക്കെയാണ് കണ്ടില്ലേ. അപ്പം നാട്ടുകോട്ടെ ചെട്ടിയാർമാർ അറിയപ്പെടുന്നത് ഭയങ്കര പ്രതാപികളായിട്ടുള്ള പണ്ട് കാലത്തെ ആൾക്കാരായിരുന്നു. അപ്പോൾ അവരവരുടെ ആ ഒരു പ്രതാപം കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ അവരിവിടെ കെട്ടിപ്പൊക്കിയതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കാനാട് കാത്തൻ പാലസ് അഥവാ ചെട്ടിനാട് പാലസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ബാങ്ക് ഓണറല്ലേ, പുള്ളിയുടെ ഇതിലുള്ളൊരു സംഭവമാണ് ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ. അപ്പോൾ നമ്മളിത് ഇപ്പം കാണാൻ പോകുന്ന ആ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ചെട്ടിനാട് പാലസ് എന്നറിയപ്പെടുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതിനകത്ത് കുറേയധികം സിനിമ ഷൂട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യൻ ബാങ്ക് മുതലാളിയുടെ പണ്ടത്തെ കാലത്തെ വീടായിരുന്നു കേട്ടോ ഈ ഒരു ചെട്ടിനാട് പാലസ് എന്നറിയപ്പെടുന്നത്. കറൻ്റ്ലി ഇത് നോർമൽ ആൾക്കാർക്ക് പ്രവേശനമൊന്നുമില്ല. ഇവരുടെ പുള്ളി ഈ ഒരാളുടെ കയ്യിൽ നിന്നും പെർമിഷനും ലെറ്ററും ഒക്കെ മേടിച്ചിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്കിത് കാണാനായിട്ട് പറ്റൂ കേട്ടോ. ഇതിനകത്ത് കയറാനൊക്കെ പറ്റത്തുള്ളൂ. നോക്കിയേ കണ്ടില്ലേ, അടിപൊളിയില്ലേ, കിട്ടില്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെട്ടിനാട് പാലസ്. വാവ് പൊളി. ഈ ഒരു കാനാട് കാത്തൻ ഏരിയയിൽ വരുന്നവർക്ക് ഇതേ കണക്കുള്ള സംഭവങ്ങളൊക്കെ കാണാനായിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു കാളവണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ ഇതിനൊക്കെ ചുറ്റുമുള്ള ഈ ഒരു ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും കുറേ അധികം മാൻഷൻസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് വരും കേട്ടോ. ഇതെല്ലാം ഈ ഒരു കാനാട് കാത്തൻ ഏരിയയിലുള്ള സംഭവങ്ങളാണ്. ഇതിനകത്തോട്ട് ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. എനിക്കൊന്ന് പൈസ മേടിച്ചിട്ട് അകത്ത് കയറി കാണുന്ന എന്തോ പരിപാടിയോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ, ഈ ഒരു കാനാട് കാത്തൻ ഏരിയയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 11 മുതൽ 50 കിലോമീറ്റർ ഡിസ്റ്റൻസിനിടയിലുള്ള കുറേയധികം സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. കാരൈക്കുടി ഈ ഒരു ചെട്ടിനാട് ഏരിയയിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാമെന്നുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി വെൽ ഓർഗനൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എല്ലാം സ്ക്വയർ പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിട്ട് അതിനകത്ത് അവർ ആ വീടുകളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വീടാണ് കേട്ടോ. ഈ ഒരു വീടാണ് അതിപ്പോൾ ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് അവർ ആക്ച്വലി കൊണ്ടുപോകുന്നത് കണ്ടില്ലേ. ഇതാണ് ചെട്ടിനാട് പാലസ് അഥവാ കാനാട് കാത്തൻ പാലസ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലം. വലിയൊരു ഏരിയയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ഒരു ഒട്ടുമിക്ക വീടുകളും ഏകദേശം 1 ഏക്കറോളം സൈസൊക്കെ ഉള്ളൊരു സംഭവങ്ങളാണ്. അപ്പം ഇവിടെ ഓട്ടോറിക്ഷയ്ക്കകത്തൊക്കെ കുറേ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ഫോറിനേഴ്സ് 1-2 പേര് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവരെല്ലാം ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാനാട് കാത്തൻ പാലസ് അഥവാ ചെട്ടിനാട് പാലസ്. ഇത് നോക്കിക്കോ, ഇതിൻ്റെ മുമ്പിലൊക്കെ വരുന്ന വണ്ടി ഉണ്ട് കേട്ടോ. കാരൈക്കുടി റായ്വറം
രായ്പുറം പോകുന്ന വണ്ടി, റായ്പുറം അങ്ങനെയാണെന്ന് തോന്നുന്നു കറക്റ്റ് വായിക്കുന്നത്. ഞാൻ കണ്ടില്ലേ ഇതിൻ്റെ മുമ്പിലായിട്ടാണ് അതേ കണ്ടില്ലേ ആ ഒരു പാലസ്. പെട്ട് കണ്ടില്ലേ ഇതുവഴിയൊക്കെ പോകുന്ന വണ്ടിയും കുണ്ടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഏത് വഴിയാണെന്ന് ആർക്കും പറഞ്ഞുതരാനും അറിയത്തില്ല. എന്തോമാരാണെന്നല്ലേ. ഇത് ചെട്ടിനാട് വിദ്യാലയ സംഭവം സ്കൂളാണ് കേട്ടോ. ഹൈ കൊള്ളാലോ. അപ്പോൾ ചെട്ടിനാട് പാലസ് എന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങളിതേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെട്ടിനാട് പാലസിൻ്റെ സൈഡിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇത് കണ്ടില്ലേ ഇങ്ങനെ നീട്ട് നിവർന്നിങ്ങനെ കിടക്കുകയാണ് സംഭവം. ഒരു രക്ഷയില്ലാണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് ആക്ച്വലി കുറേ ഏരിയകളായിട്ടാണ്. അകത്ത് കയറുമ്പോൾ ഒരു നടുത്തളമുണ്ട്, പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, കല്യാണം പോലെയുള്ള സംഭവങ്ങൾ നടത്തുന്നൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒരു വീടിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ കണ്ടില്ലേ വേറൊരു ചെട്ടിനാട് മാൻഷൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ അത് അത്യാവശ്യം മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നശിച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ എന്താ പറയുക പ്ലാൻഡായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് പണ്ടത്തെ കാലത്തെ ചെട്ടിയാന്മാർ താമസിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവരിപ്പം കറൻ്റ് ഇവിടെ ഇല്ല. കുറേയൊക്കെ നശിച്ചു പോയി. കുറേയൊക്കെ കെയർ ടേക്കേഴ്സിനെ നിർത്തി ഇതിനൊക്കെയുള്ള ഹെറിറ്റേജ് സൈറ്റുകളും കാര്യങ്ങളൊക്കെ ആക്കി. കുറേയൊക്കെ ആക്ച്വലി ഇവിടുത്തെ വലിയ ഹോട്ടലുകളൊക്കെയാണ്. CGS വിശാലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ ആക്ച്വലി ഈ ഒരു ഏരിയയിലുണ്ട്. ഈ ഏരിയയിൽ വരുന്ന അത്യാവശ്യം ക്യാഷുള്ള ടീമുകളൊക്കെ താമസിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഒരു 7,000 മുതൽ 15,000 വരെയൊക്കെയാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറേയേറെ മാൻഷൻസുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ താമസിച്ചിട്ട് ഒത്തൻറ്റിക് ചെട്ടിനാട് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ചെട്ടിനാട് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു മാൻഷൻസിനകത്തുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷേ ഒരു ഹോണ്ടഡ് പ്ലേസിൻ്റെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ വന്നപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ ഈ ഏരിയയിലൊക്കെ ഉള്ളൂ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഹോണ്ടഡ് സംഭവമാണ് കേട്ടോ. കണ്ടില്ലേ 4 സൈഡിലോട്ടും ഇതാണ് കേട്ടോ. ഇങ്ങോട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ ഒരു വലിയൊരു മാൻഷനായിരുന്നു. അടിപൊളി പണ്ടത്തെ കാലത്തെ മാൻഷൻസ് ആയിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ നശിച്ചു കേട്ടോ, നശിച്ചു പോയി. പിന്നെ ഇവിടുത്തെ എല്ലാ മാൻഷൻസിൻ്റെയും തൊട്ട് ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ ഒരു വരലക്ഷ്മി അവർ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ആ ഒരു വരലക്ഷ്മി എന്ന് പറയുന്നത് ഇവരുടെ പ്രോസ്പെരിറ്റി എന്താ പറയുക അതിൻ്റെ ഒരു ഗോഡസ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഇതിന് വേണ്ടിയിട്ട് അവരിവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ആ ഒരു വരലക്ഷ്മിയുടെ സാധനങ്ങളൊക്കെ ആ ഒരു പ്രതിമയൊക്കെ അവരെല്ലാ വീടിൻ്റെ മുമ്പിൽ വെക്കും കേട്ടോ. ചെട്ടിനാട് വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ അതൊരു ചെട്ടിനാട് മാൻഷനാണ്. അടിപൊളി. കണ്ടില്ലേ. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ സംഭവങ്ങളാണ്. 1-2 ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. ഇതാണ് ബേസിക്കലി ചെട്ടിനാട്. പക്ഷേ ഇഷ്ടംപോലെ പട്ടികളുണ്ട് കേട്ടോ. പട്ടികളും പശുക്കളും ഈ ഒരു റോഡിൽ ഫുൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെട്ടിനാട് ഏരിയ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാനാട് കാത്തൻ എന്നാണ് കേട്ടോ ആക്ച്വലി ഈ ഒരു ഏരിയയുടെ പേര്. അപ്പോൾ അവിടെയുള്ള മാൻഷൻസാണ് നമ്മളിപ്പം കറൻ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണട്ടെ. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു രക്ഷയില്ല കേട്ടോ. ഒജാതി വീടാണ്. ഓക്കെ, ഇതൊക്കെ ആക്ച്വലി എന്താ പറയുക നല്ല രീതിയിൽ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്തോരം ഫോറിനേഴ്സൊക്കെ ഇവിടെ വന്ന് കയറേണ്ട സ്ഥലമാണെന്നറിയാമോ. കറൻ്റ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റാണ്. ഇവിടുത്തെ നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ ആരും ഇല്ല. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയത് കൊണ്ട് തന്നെ വേറെ ആൾക്കാരും വന്ന് താമസിക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മളാണെങ്കിൽ തന്നെയും കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ നിൽക്കുകയില്ല. നമ്മൾ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകും. അപ്പോൾ അത് തന്നെയാണ് കറൻ്റ് ചെട്ടിനാടിനെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അവർ നോക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ എന്താ പറയുക സാവര ജംഗമോസുകളൊക്കെ പുറം ലോകത്ത് കിട്ടുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അവരങ്ങനെയൊക്കെ പോകും. അതുപോലെ കണ്ട് ഈ ഒരു സൈഡിൽ കണ്ടില്ലേ. പക്ഷെ അവർ ഉള്ള സമയത്ത് കാശ് മുടക്കിയ സംഭവങ്ങളെല്ലാം കൂടെ ഇങ്ങനെ പണിതിട്ടു. കണ്ടില്ലേ, അടിപൊളി. ഇതൊക്കെയാണ് ഈ ഒരു ഏരിയയിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ. ചെട്ടിനാട് പാലസിനടുത്തുള്ള മാൻഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു കാനാട് കാത്തിൻ്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെട്ടിനാട് പാലസിനടുത്തിട്ടുള്ള ഇത് കണക്കുള്ള മാൻഷൻസും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലത് കുറച്ച് പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ചെട്ടിനാട് പാലസിനകത്ത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെയുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ കണക്കുള്ള സാധനങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ വഴി അങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു ചെറിയൊരു മാൻഷൻ കാണാനായിട്ട് പറ്റും. ഇതിനകത്തൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ താമസം. അപ്പോൾ ഇവിടെ ഒന്നുമുണ്ട്. ഇവിടെ ഒരെണ്ണം അത്യാവശ്യം നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ച് കുറച്ച് സെറ്റൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞ കളർ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ അതിന് മുമ്പിൽ കോലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഈ ഒരു കോലം ഇടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ. അതേ കണ്ടില്ലേ, ഇത് വേറൊരു മനുഷ്യനാണ്. പശു എന്നെ കണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിനകത്തുള്ള കാഴ്ചയൊക്കെ നോക്കിക്കേ, നല്ല രസമില്ലേ കാണാനായിട്ട്. പൊളി. കണ്ട
ഇവിടെ കാനാട് കാത്തൻ സ്ട്രീറ്റും അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ട്. അപ്പോൾ നമ്മൾ ഒരു പാലസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു 50 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി കാണാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ടിപ്പിക്കൽ എന്താ പറയുക, ആത്തൻകുടി ചെട്ടിനാട് ഒരു മാൻഷനാണ് കേട്ടോ. അതേ കണ്ടില്ലേ, പഴയ ഫാനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. കണ്ടില്ലേ, തടി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വീടിൻ്റെ മുകളിൽ വന്നപ്പോഴത്തേക്ക് ഇത് അവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു ചേട്ടനാണ് നമ്മളിവിടെ ഒന്ന് കൊണ്ടൊക്കെ കാണിച്ചത് കേട്ടോ. അപ്പോൾ നാരകത്തിൻ്റെ ഇതേ ഒരു ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു വീടിൻ്റെ ഫ്രണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതേ അവിടെ ഒരു വീട് നമുക്ക് കാണാനായിട്ട് പറ്റും, മാൻഷൻ. കണ്ടില്ലേ, അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത്യാവശ്യം നല്ല പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിലെ ആ ഒരു മഹാലക്ഷ്മിയുടെ പ്രതിമയും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ താഴെ നിന്നാണ് നമ്മൾ കയറി വന്നത്. ആക്ച്വലി ഇവിടുത്തെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പൈസ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊക്കെ അകത്ത് കയറിയിട്ട് ഫുള്ള് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം കണ്ടിരിക്കേണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അന്നത്തെ കാലത്ത് ആ ഒരു 100-150 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു വീടും അവിടുത്തെ ഇതൊന്നും നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടില്ല. അപ്പോൾ അതാണ് ഇതേ കാനാട് കാത്തൻ പാലസ്. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ട് ആ ഒരു ഏരിയയിലായിട്ട്. ഇവിടെ എല്ലാം മാൻഷൻസ് ഉണ്ട് കേട്ടോ, അതേ കണ്ടില്ലേ. അപ്പോൾ അതേ അവിടെ നിന്നിട്ട് ഞാൻ അപ്പോൾ ഈ ഒരു കാനാട് കാത്തൻ ഏരിയയിലുള്ള മറ്റൊരു മാൻഷൻ കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ ഒരു സൈഡിലായിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് എന്താ പറയുക, ചെറിയ രീതിയിൽ ഇവിടെ ക്യാൻവാസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും അവിടെ ആൾക്കാർ നിൽക്കും. അവിടെ വന്നിട്ട് ചോദിച്ചിട്ട് നമുക്ക് കാണാനുണ്ടോ, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് 50 രൂപയൊക്കെ മേടിച്ചിട്ട് നമ്മളതേ അവിടെ കൊണ്ടുപോയി കാണിക്കട്ടെ. അപ്പോൾ അതേ ഇതാണ് കണ്ടില്ലേ ഒരു മാൻഷൻ കണ്ടില്ലേ, VVR ഹൗസ് എന്ന് പറഞ്ഞിട്ട് കാനാട് കാത്തനിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് കയറി കാണാനൊക്കെ പറ്റും കേട്ടോ. ഇതിനകത്ത് ആൾക്കാർ കയറി കാണാനൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ കണ്ടില്ലേ, ഇതും വലിയൊരു മാൻഷനാണ് ആക്ച്വലി, അത്യാവശ്യം വലിയൊരു മാൻഷൻ. ഇതേ കണ്ടില്ലേ, പൊളി. അപ്പോൾ അങ്ങോട്ടൊക്കെ ആ ഒരു സൈഡിലും അവിടെയും കുറച്ച് മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ വീടുകളൊക്കെ. കുറച്ച് ഇഷ്ടം നമുക്ക് എന്നാൽ അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരാം കേട്ടോ. അത് ഇവിടെ നോക്കിക്കാൻ കണ്ടില്ലേ, ഈ ഒരു സൈഡിലുള്ള മാൻഷൻസ് ഒയ്യോ അടിപൊളി. ഇതിനകത്തൂടെ പൊക്കിയെടുക്കാൻ നോക്കാം. കണ്ടില്ലേ, അവിടുത്തെ അത്യാവശ്യം വലിയ മാൻഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സൈഡിലോട്ട് 1-2 നല്ല വീടുകൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ മനയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ദ ലോട്ടസ് പാലസ് ചെട്ടിനാട്. അത് നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലോ, പെയിൻ്റൊക്കെ അടിച്ചിട്ടൊരു സെറ്റാക്കിയിട്ടേക്കുന്നത്. ഇത് ആക്ച്വലി ഹോട്ടലാണ് കേട്ടോ. ഈ ഒരു സൈഡിലും 1-2 പഴയ മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇവിടെ CVRM ഹെറിറ്റേജ് ഹൗസാണ്. ഇതൊരു ഹെറിറ്റേജ് ഹൗസാണ്. എനിക്ക് ഇതിനകത്ത് കയറി കാണുന്നതിനോ വിസിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. കണ്ടില്ലേ, ഇവിടെയും അതെ. ഇപ്പോൾ ഈ വീടുകളിലൊക്കെ അത്യാവശ്യം സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര സമയം തൊട്ട് എത്ര മണിയൊക്കെ കാണാൻ എടുക്കാം എന്നൊക്കെയുള്ള. ഇവിടുത്തെ അപ്പോൾ ഇവിടെ കാനാട് കാത്തനിലുള്ള ഒരു ഹെറിറ്റേജ് ഹൗസിലൂടെ ഞാനിത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഹെറിറ്റേജ് ഹൗസസ് ഉണ്ട്. എല്ലാം ഇങ്ങനെ ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് പോയി ഫുള്ള് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒരു പഴയകാല ചെട്ടിനാട് മാൻഷൻസ് ആണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കിച്ചൺ ഏരിയ ആണ്. ഇവിടുത്തെ വാഷിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ റൂമുകളുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു എഴുതുന്ന 1 2 3 4 5 6 7 8 9 10ഓളം റൂമുകളാണ് ഒരു ഏരിയയിൽ തന്നെ വരുന്നത്. ഇതുവഴി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം പ്രൗഢിയായിട്ടായിരുന്നു ചെട്ടിയാന്മാർ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, പഴയ ആ ഒരു അടുപ്പുകൾ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. ആ ഒരു ഏരിയയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വാഷിങ്ങിൻ്റെ അരിയാട്ടുന്ന കല്ലുകൾ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. മാൻഷൻസ് എന്താ പറയുക, ആ ഒരു പണ്ടത്തെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടില്ല ഇവിടുത്തെ. അതുപോലെ തന്നെ ഈ ഒരു ചെട്ടിനാട്, ഈ ഒരു കാനാട് കാത്തൻ ഏരിയയിലുള്ള കുറേ അധികം മാൻഷൻസൊക്കെ സിനിമയിൽ, തമിഴ് സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട ആ ചെട്ടിനാട് പാലസ്, കാനാട് കാത്തൻ പാലസൊക്കെ കുറേ അധികം സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അവിടെ നിന്നുള്ളൊരു കാഴ്ച കണ്ട നല്ല വൈബാണ് കേട്ടോ. ഒരു വല്ലാത്ത കളർ ടോണും കാര്യങ്ങളൊക്കെ നമുക്കിത് ഇവിടെ കാണാനായിട്ട് പറ്റും. നല്ല രസമുണ്ട്.
ആ മുകളിൽ നിന്ന് ഇങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടേ സെറ്റാണ്. പണ്ടത്തെ ആ ഒരു ഫാനും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അതിപ്പോഴും കറങ്ങൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മനുഷ്യൻസിൻ്റെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ആക്ച്വലി മുകളിലോട്ട് പോകുന്നൊരു വഴിയുള്ളത്. മുകളിൽ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ ഈ ഒരു ഇതിൻ്റെ അകത്തളത്തിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ ആ ഒരു പഴയ ടൈപ്പ് ഓഫ് അലമാര കണ്ണാടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രസമുണ്ട്. വാവ്, പൊളി. അപ്പോൾ ഇതാണ് കാനാടുകാത്തൻ ഏരിയയിലെ വിശാലം CSH ഗ്രൂപ്പിൻ്റെ ഒരു ഹെറിറ്റേജ് ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്ന സംഭവം. നല്ല റേറ്റാണ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒത്തൻറ്റിക്കായിട്ട് ചെട്ടിനാടിൻ്റെ സംഭവങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. ചെട്ടിനാട് ഫുഡ്, ചെട്ടിനാട് സാരി, അപ്പോൾ അതെല്ലാം അവർ എക്സ്പ്ലോർ ചെയ്ത് നമ്മളെ കൊണ്ട് ഫുള്ള് സെറ്റാക്കി തരും. പക്ഷേ നല്ല റേറ്റാണ്. ഇതാണ് വിശാലം CGH എർത്ത് എക്സ്പീരിയൻസ് ഹെറിറ്റേജ് ഹോട്ടൽ കാനാടുകാത്തൻ. നല്ല റേറ്റാണേ. അപ്പം നല്ല കാനാടുകാത്തനിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ആത്തൻകുടിയാണ്. ആത്തൻകുടിയിലാണ് നമുക്ക് ആത്തൻകുടി പാലസും ആത്തൻകുടി ടൈൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് ബസ് കിട്ടും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. കുറേ നേരം നോക്കി നിന്നെങ്കിലും ബസ്സും കാര്യങ്ങളൊന്നും വരുന്നത് കൊണ്ട് ഞാൻ പതുക്കെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ആത്തൻകുടി പാലസിൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാനാടുകാത്തനിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. 300 രൂപ പറഞ്ഞ് ഞാനൊരു 250 രൂപ ഒതുക്കിയിട്ടുണ്ട് എന്തായാലും. എന്നിട്ട് ആത്തൻകുടിയിൽ പോയി ആത്തൻകുടിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ബസ്സിൽ ചെട്ടിനാട് പോകാം എന്നാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നോക്കാം. പോയിട്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ കാനാടുകാത്തനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ നമ്മൾ ആത്തൻകുടിയിലുള്ള ആത്തൻകുടി പാലസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഓപ്പൺ ഹൗസ് ആണ്. ഇത് പണ്ടത്തെ ഒരു മാൻഷനാണ് ആക്ച്വലി. ഒരു പാലസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ആണ്. അകത്ത് കയറി കാണുന്നതിന് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ചെരുപ്പൊക്കെ പുറത്തിട്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഫുള്ള് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ആത്തൻകുടി പാലസ്. അപ്പോൾ അകത്ത് കയറിയിട്ട് പാലസിലെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അകത്തോട്ട് കയറട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ആത്തൻകുടി പാലസിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച എങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഒട്ടുമിക്ക മാൻഷൻസിനകത്ത് നമുക്ക് കയറി കാണണമെന്നുണ്ടെങ്കിൽ 50 രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആത്തൻകുടി പാലസിൻ്റെ ഒരു കാഴ്ച കാണാം. ഈ താഴെ കാണുന്നതിൽ ആത്തൻകുടി എന്താ പറയുക മാർബിൾസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ള പല സാധനങ്ങളും കണ്ടില്ല. ഇതൊക്കെ ഈ ബർമയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള തേക്കാണെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ബർമ തേക്ക്, ബെൽജിയം ഗ്ലാസ്, കണ്ണാടികളൊക്കെ ഇല്ലേ. അപ്പോൾ കൂടുതൽ ഐറ്റംസും ഇത് അവർ എക്സ്പോർട്ടൊക്കെ ചെയ്തിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ. എക്സ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ കണ്ണാടി, ഈ പറഞ്ഞ ടൈൽസുകൾ, തടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു നല്ല രസമുണ്ട്. എന്തായാലും ഈ ഒരു കാഴ്ച കാണാനായിട്ട് അകത്തോട്ട് പോയി നോക്കട്ടെ. ആത്തൻകുടി പാലസ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ഏരിയ നോക്കിക്കാണ് ഇത് വന്നിട്ടുള്ള ഒരു അകത്തളം കണക്കൊരു ഏരിയ ആണ് കേട്ടോ. അമ്മാതിരി ചുവർ ചിരിസങ്ങളും മുകളിലൊക്കെ നോക്കിക്കേ ആ ഒരു സാധനമൊക്കെ കണ്ടില്ലേ. പൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ പൊളി സാധനം. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് നാച്ചുറൽ ലൈറ്റൊക്കെ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ വരും കേട്ടോ. അപ്പം ലൈറ്റും വേറെ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ള ആ ഒരു നാച്ചുറൽ ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ഭംഗി തന്നെയാണ് ഇവിടെ ഫുള്ള് നമുക്ക് കാണാൻ പറ്റുന്നത്. താഴെ ഫുള്ള് അടിപൊളി ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് കണ്ടില്ലേ, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടില്ല സംഭവം. വാ, ഓക്കെ. ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. പൊളി സെറ്റ് തന്നെ. അപ്പോൾ ആത്തൻകുടി പാലസിൽ നിന്നുണ്ടാ അപ്പോൾ ഈ കാണുന്നതെല്ലാം ആത്തൻകുടി ടൈൽസ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബൾജിങ് നമുക്ക് അറിയാൻ പറ്റും. ഈ ഒരു പെയിൻറ്റിൻ്റെ എല്ലാം ആ ഒരു ടൈൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സംഭവം. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഹാൻഡ് മെയ്ഡാണ് ആക്ച്വലി. അപ്പോൾ ഈ ഒരു ആത്തൻകുടി ടൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഹാൻഡ് മെയ്ഡാണ്. കൈ കൊണ്ടിട്ട് അവർ പല തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 3 ദിവസത്തോളം വെള്ളത്തിലൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ആത്തൻകുടി ടൈൽസ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ചെട്ടിനാട് വീടുകളിലൊക്കെ നമുക്ക് ആത്തൻകുടി ടൈൽസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ മുകളിലൊക്കെ കണ്ടില്ലേ നല്ലൊരു തീം ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. ഈ ആത്തൻകുടി പാലസ് എന്തായാലും മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. പക്ഷെ വന്നെത്താനായിട്ട് കുറച്ച് പാടാണ്. കാരൈക്കുടിയിൽ നിന്നും ആത്തൻകുടിയിലേക്ക് ബസ് ഉണ്ടെന്ന് പറയുന്നു. കാനാടുകാത്തനിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ബസ് വരും. അല്ലെങ്കിൽ കാനാടുകാത്തനിൽ നിന്ന് നേരെ കാരൈക്കുടി പോയിട്ട് അവിടുന്ന് വരണം. അല്ലെങ്കിൽ കാനാടുകാത്തനിൽ നിന്ന് കാരൈക്കുടി പോകുന്ന വഴിക്ക് പിടത്തൂർന്നോ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് വരുന്ന ബസ്സുകളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അധികം നേരം വെയിറ്റ് ചെയ്യേണ്ടെന്ന് കെട്ടിയിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി വന്നത്. 250 രൂപയായി ഓട്ടോറിക്ഷയ്ക്ക്. തിരിച്ചെന്തായാലും ഞാൻ ഈ ഒരു
ആത്തൻകുടിയിൽ നിന്ന് നേരെ കാരയ്ക്കുടിക്ക് ബസ്സിലാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ തിരിച്ചിവിടുന്ന് പോകാനായിട്ട് എന്തായാലും ബസ് നമുക്ക് കിട്ടും. കാരയ്ക്കുടിയിലോട്ടുള്ള ബസ്സുകൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ അതാണ് ഈ സംഭവം കണ്ടില്ലേ. മുകളിലൊക്കെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു മുകളിലത്തെ വാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കിട്ടില്ലല്ലേ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇതാണ് ആത്തൻകുടി പാലസ്. അപ്പോൾ ആത്തൻകുടി പാലസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും ടൈൽ ഫാക്ടറി എന്തെങ്കിലും കാണാനുണ്ടോ നോക്കണം. എന്നിട്ട് നേരെ കാരയ്ക്കുടി പോകണം. അപ്പോൾ നമുക്ക് ആത്തൻകുടിയിൽ നിന്ന് നമുക്ക് നേരെ കാരയ്ക്കുടിക്ക് ഒരു ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. 5-ാം നമ്പർ ബസ്സാണ് കേട്ടോ. ഇതിന് പൊളിയാൻ സ്ഥലമൊന്നുമില്ല, എന്നാലും ബസ് കിട്ടിയിട്ടുണ്ട്. 15 രൂപയേ ഉള്ളൂ ആത്തൻകുടിയിൽ നിന്നും കാരയ്ക്കുടി വരെ. അപ്പോൾ ഞാൻ ആ ബസ്സിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമില്ലല്ലോ, ഹോണിന് നല്ല സൗണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാരയ്ക്കുടിയിലെ ചെട്ടിനാടിലെ ആദ്യത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിൽ വന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ മെയിനായിട്ട് കവർ ചെയ്തത് ചെട്ടിനാട് ഏരിയയിലെ കാനാട് കാത്തലും ആത്തൻകുടിയുമാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലും നമുക്ക് 2 പാലസുകൾ കവർ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ചെട്ടിനാട് പാലസ്, 2 ആത്തൻകുടി പാലസ്. പിന്നീട് ആത്തൻകുടി ടൈൽസ് കാണാം. പിന്നെ ആ ഒരു ഏരിയയിലുള്ള കുറേയധികം ഹെറിറ്റേജ് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ 2 സ്ഥലത്തോടും ഈ പറയുന്ന ഇപ്പം നിങ്ങൾ ഇപ്പം ബേസിക്കലി ഓൺ ട്രാൻസ്പോർട്ടായിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ ചെട്ടിനാട് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് വരാൻ പറ്റുന്ന സ്ഥലം കാരയ്ക്കുടിയാണ്. ഓക്കെ, കാരയ്ക്കുടിയിൽ നിന്ന് ആക്ച്വലി നിങ്ങൾക്ക് പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. പുതിയ ബസ് സ്റ്റാൻഡും പഴയ ബസ് സ്റ്റാൻഡും ഉണ്ട്. പഴയ ബസ് സ്റ്റാൻഡിലും അധികം വണ്ടികൾ അങ്ങനെ കയറുന്നു, എന്തോ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷേ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും നിങ്ങൾക്ക് ഈ പറയുന്ന കാനാട് കാത്തനിലേക്കും ആത്തൻകുടിയിലേക്കും ബസ് കിട്ടും. പക്ഷേ സിഗ്സാഗ് ആണ്. ഓക്കെ, എപ്പം കിട്ടും എപ്പം വരും എന്നുള്ളത് പലരോട് ചോദിച്ചിട്ടും പല അഭിപ്രായങ്ങളൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ബസ് കിട്ടും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ബസ്. പക്ഷേ കാനാട് കാത്തനിൽ നിന്നും ആത്തൻകുടിയിലേക്ക് പോകാനായിട്ട് 1-2 ബസ്സേ ഉള്ളൂ. അത് ഭയങ്കര പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനാട് കാത്തനിൽ നിന്നും ആത്തൻകുടിയിലേക്ക് ഓട്ടോറിക്ഷയ്ക്കകത്ത് പോയി 300 രൂപ പറഞ്ഞു 250 രൂപ കൊടുത്തു. ഓൾമോസ്റ്റ് ലൈക്ക് 7 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. കാനാട് കാത്തലിന് തിരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന കാരയ്ക്കുടിയിലേക്ക് ബസ് കിട്ടും. അപ്പോൾ ഏത് സ്പോട്ടിൽ പോയാലും, നിങ്ങൾ കാനാട് കാത്തനിൽ പോയാലും ശരി, ആത്തൻകുടിയിൽ പോയാലും, അവിടെ നിന്ന് റിട്ടേൺ നിങ്ങൾക്ക് കാരയ്ക്കുടിയിലേക്ക് ബസ് കിട്ടും. അങ്ങോട്ടുള്ള ബസ് പറഞ്ഞല്ലേ, കുറേ ആൾക്കാർക്ക് സിഗ്സാഗ് ഇൻഫർമേഷൻസ് ഒക്കെയാണ് തരാനായിട്ടുണ്ടായിരുന്നത്. ബട്ട് ബസ്സസ് ആർ ദെയർ ഫ്രം ന്യൂ ബസ് സ്റ്റാൻഡ്. ന്യൂ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക. ബസ്സിൽ ഭയങ്കര ചീപ്പായിട്ട് പോയി വരാനായിട്ട് പറ്റും. ആ ഒരു ലൊക്കാലിറ്റിയിൽ വരെ നമുക്ക് നടന്ന് കാണാൻ പറ്റത്തക്ക രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. കുറേ അധികം മാൻഷൻസ് ഓപ്പൺ ആണ്. പെർ ഹെഡ് 50 റുപ്പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. ചെട്ടിനാട് പാലസിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഇവരുടെ മാനേജേഴ്സിനെയും മറ്റും ഒക്കെ കണ്ട് അതിൻ്റെ അപ്രൂവൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് കൂടുതലായിട്ട് ഈ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടി നടക്കുന്ന വലിയൊരു പാലസാണ്. അപ്പോൾ അതിനകത്ത് കയറാനായിട്ട് പറ്റത്തില്ല നമുക്ക് ബൈ ഡീഫോൾട്ട്. പക്ഷെ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന ഹെറിറ്റേജ് ഹോമുകളിലൊക്കെ നമുക്ക് കയറി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ആത്തൻകുടി പാലസ് ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ചെട്ടിനാട് പാലസിനകത്ത് കയറാൻ നമുക്ക് പറ്റിയില്ല. പിന്നെ ബാക്കിയുള്ള കൊച്ചു പിന്നെ ഓൾമോസ്റ്റ് എല്ലാം ഒരു സെയിം കോൺസെപ്റ്റാണ്. ഓക്കെ, അകത്ത് കയറുമ്പോഴത്തേക്കുള്ള ആ ഒരു ബാക്കി സംഭവങ്ങളെല്ലാം എല്ലാവിധ മാൻഷൻസുകളിലും ഞാനൊരു 3-4 കയറിയതിനകത്തെല്ലാം ഒരേ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ കൊള്ളാം, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ജം. കുറച്ചുകൂടിയൊക്കെ ആൾക്കാരും സംഭവങ്ങളൊക്കെ വരണം. അത് മേ ബി എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും കാനാട് കാത്തനിലെയും ആത്തൻകുടിയിലേക്ക് വിശേഷങ്ങൾ ഇത്രയാണ്. അപ്പോൾ നാളെ ഇനി നമ്മൾ ഈ ഒരു ടിപ്പിക്കൽ ചെട്ടിനാട്, അതായത് കാരയ്ക്കുടി ഏരിയയിലും ഇതിനൊക്കെ കുറച്ച് മാൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒബ്വിയസ്ലി ചെട്ടിനാട് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാനുണ്ട്. ചെട്ടിനാട് ആൻറ്റിക് മാർക്കറ്റ് വിച്ച് ഈസ് വെരി ഫേമസ്. അപ്പോൾ ഇതൊക്കെയായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് കുറച്ച് ലെങ്തി ആയെന്ന് തോന്നുന്നു. ഈ ഒരു എപ്പിസോഡ് എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ചെട്ടിനാടിലെ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെ. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.